സഹോദരങ്ങളെ, നമ്മളൊക്കെ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ ധാരാളം പാപങ്ങൾ നമ്മൾ അറിഞ്ഞും അറിയാതെയുമൊക്കെ ചെയ്യുന്ന ആളുകളാണ്. ഇതിനൊക്കെ പരിഹാരമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാർ ചെയ്യാൻ നമ്മോട് കൽപ്പിക്കുന്നുമുണ്ട്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഇന തവ്വാബുൻ. മനുഷ്യരെല്ലാവരും തെറ്റുകാരാണ്. അതിൽ ഏറ്റവും നല്ല തെറ്റുകാർ അള്ളാഹുവിനോട് തൗബ ചെയ്യുന്ന ആളുകളാണ്. ഈ ഇസ്തിഗ്ഫാറും തൗബയുമൊക്കെ ഒരു ശീലമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. കാരണം നമ്മൾ തൗബ ചെയ്യുന്നത് ഇഷ്ടമില്ലാത്തത് പിശാചിനാണ്. കാരണം അവനോടൊപ്പം നരകത്തിൽ നമ്മളെ എത്തിക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നതും പ്രയത്നിക്കുന്നതും. ഒരിക്കൽ ഹസൻ ബസ്രി റഹ്മഹുല്ലയുടെ അടുത്ത് വന്നുകൊണ്ടൊരു മനുഷ്യൻ പറയുകയാണ്, അമാ യസ്തഹി അഹദുനാ മിൻ റബ്ബി. നമ്മളെ റബ്ബിൻ്റെ അടുത്ത് ഒരു ലജ്ജയുമില്ലാത്ത ആളുകളാണ് നമ്മളെല്ലാവരും. കാരണം നഫ്അലു ദംബ സുമ്മ നസ്തഗ്ഫിറു. നമ്മളൊക്കെ പാപം ചെയ്യുന്നു, ഇസ്തിഗ്ഫാർ നടത്തുന്നു. സുമ്മ നഫ്അലുഹു മറത്തൻ ഉഖ്റ. പിന്നെയും നമ്മൾ അതേ പ്രകാരം തന്നെ ചെയ്യുന്നു. സുമ്മ നസ്തഗ്ഫിറു ഹാക്കദ. അതേപോലെ തന്നെ ഇസ്തിഗ്ഫാർ നടത്തുന്നു. ഇത് ഒരു മോശപ്പെട്ട കാര്യമായിക്കൊണ്ട് അവതരിപ്പിക്കുമ്പോൾ ഹസൻ ബസ്രി റഹ്മഹുല്ല അദ്ദേഹത്തോട് പറയുകയാണ്, നീ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. കാരണം പിശാച് ആഗ്രഹിക്കുന്നത് നമ്മൾ തൗബ ചെയ്യാതിരിക്കുക, ഇസ്തിഗ്ഫാർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ലാ തത്റുക്കുൽ ഇസ്തിഗ്ഫാർ അബദ. ഒരിക്കലും ഇസ്തിഗ്ഫാർ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം ആ മനുഷ്യനോട് പറയുകയാണ്. സഹോദരങ്ങൾ, ഇസ്തിഗ്ഫാർ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപം പൊറുക്കും. പരലോകത്ത് വിജയികളായിക്കൊണ്ട് മാറാൻ നമുക്ക് സാധിക്കും. ഇതോടൊപ്പം തന്നെ ഇഹലോകത്ത് നമുക്ക് പല രീതിയിലുള്ള പ്രയാസങ്ങൾക്കുമുള്ള പരിഹാരമാണ് പാപമോചനം എന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അക്സറൽ ഇസ്തിഗ്ഫാറ. ആരെങ്കിലും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മാനസികമായിക്കൊണ്ടുള്ള എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം നൽകുന്നതാണ്. ഒരുപാട് മാനസിക പ്രയാസങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വ്യക്തിപരമായിക്കൊണ്ടുള്ള, കുടുംബപരമായിക്കൊണ്ടുള്ള, സമൂഹത്തിൽ നേരിടേണ്ട പ്രശ്നങ്ങൾ, വർഗീയപരമായിക്കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് നിയമങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള മനസ്സിനുള്ള പ്രയാസങ്ങൾ, ഇതുപോലെ രോഗം കൊണ്ടും ഒക്കെ നമ്മൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ ഈ പ്രയാസങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. വമിൻ കുല്ലി ലീഖിൻ മഖ്റജ. അതുപോലെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇടുക്കങ്ങളും അതുപോലെ കുടുക്കുകളും അതിൽ നിന്നെല്ലാം ഒരു മോചനമാണ് ഇസ്തിഗ്ഫാർ എന്ന് പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ദാരിദ്ര്യം കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും സാമ്പത്തിക ഞെരുക്കം കൊണ്ടും ബിസിനസ്സിലും കച്ചവടത്തിലുമൊക്കെ ഉണ്ടാകുന്ന തകരാറുകളും കൊണ്ടൊക്കെ വിഷമിക്കുമ്പോൾ ആ കുടുസതയും ആ ഇടുക്കവുമെല്ലാം പരിഹരിക്കുവാൻ ഇസ്തിഗ്ഫാർ പര്യാപ്തമാണ്. നമ്മുടെ പാപം പൊറുക്കുന്നതിനോടൊപ്പം ഭൗതികമായിക്കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നമ്മെ സൂചിപ്പിക്കുന്നത്. മൂന്നാമതായിക്കൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അറിയാത്ത വഴിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് റിസ്ഖ് നൽകുന്നതാണ്. ഇസ്തിഗ്ഫാർ തേടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പാപം പൊറുക്കുന്നതിനോടൊപ്പം അറിയാത്ത വഴിയിലൂടെ നമ്മളൊരു പ്രയാസത്തിലായിരിക്കുമ്പോൾ ഒരു 2000 രൂപ നമുക്ക് ആവശ്യമുണ്ട്, എവിടെ നിന്ന് വാങ്ങും, ആരോട് ചോദിക്കും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു മനുഷ്യൻ നമ്മളുടെ അടുത്തേക്ക് ഒരു ഹദിയ ആയിക്കൊണ്ട് ഒരു കവർ കൊണ്ട് നമ്മുടെ കയ്യിൽ തന്നു. നമ്മളത് തുറന്നു നോക്കുമ്പോൾ അതിൽ നമ്മൾ ഉദ്ദേശിച്ച അത്രയും തന്നെ പൈസ നമുക്ക് അയാൾ കൊണ്ടുവന്നതാണ്. അയാൾ അറിഞ്ഞിട്ടില്ല നമ്മുടെ പ്രയാസം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസം ദൂരീകരിക്കാൻ ഉദ്ദേശിച്ചതുകൊണ്ട് നമ്മൾ അറിയാത്ത മാർഗത്തിലൂടെ ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകൾ ഇതിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാർ നമ്മൾ ഏത് സമയത്തും അധികരിപ്പിക്കുക. നമ്മുടെ പ്രയാസങ്ങളൊക്കെ അത് നീക്കും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇനി ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹിയുടെ അടുത്ത് തന്നെ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും. ഷക്കാ റജുലുൻ ഇലൽ ഹസനി അൽ ജദൂബ. ഒരു മനുഷ്യൻ വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നുകൊണ്ട് പരാതി പറയുകയാണ് ക്ഷാമത്തിനെക്കുറിച്ച് പരാതി പറയുമ്പോൾ എന്ത് ചെയ്യണം? ഫഖാല ലഹു ഇസ്തഗ്ഫിറില്ല. അദ്ദേഹം മറുപടി പറഞ്ഞത്, നീ പാപമോചനം തേടുക, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക. പിന്നെ മറ്റൊരു മനുഷ്യൻ വന്നു, വശക്ക ആഖർ ഇലൈഹിൽ ഫഖർ.
അയാൾക്ക് പറയാനുള്ള പരാതി അയാളുടെ ദാരിദ്ര്യത്തിനെ കുറിച്ചായിരുന്നു. അയാൾ വന്ന് എൻ്റെ ദാരിദ്ര്യം മാറ്റാൻ താങ്കൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഹസൻ ബസർ റഹ്മുള്ള മറുപടി പറഞ്ഞു, ഇസ്തഗ്ഫിറില്ല, നീ അള്ളാഹുവിനോട് പാപമോചനം തേടണം, ഇസ്തിഗ്ഫാർ തേടണം. വഖാല ലഹു ആഖർ, ഇനി വേറൊരാൾ വന്നു എന്നിട്ട് പറയുകയാണ്, ഉദ്ഉല്ലാഹ അൻ യർസുഖനി വലദ, എനിക്കൊരു സന്താനത്തിനെ തരുവാൻ അള്ളാഹുവിനോട് താങ്കൾ ദുആ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഫഖാല ലഹു, അദ്ദേഹത്തിനോടും ഹസൻ ബസർ റഹ്മുള്ള പറഞ്ഞു, ഇസ്തഗ്ഫിറില്ല, നീ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക. വശക്ക ഇലൈഹി ആഖർ, വേറൊരു മനുഷ്യൻ എന്ന് പറഞ്ഞു, അയാളുടെ പരാതി ജിഫാഫി ബുസ്താനിഹി, അയാളുടെ തോട്ടം അതൊക്കെ ഉണങ്ങി നശിച്ചു പോകുന്നു. ഫഖാല ലഹു, അദ്ദേഹത്തിനോടും ഹസൻ ബസർ റഹ്മുള്ള പറഞ്ഞു, ഇസ്തഗ്ഫിറില്ല, നീ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക. ഭൗതികപരമായിട്ടുള്ള 4 കാര്യങ്ങൾ ചോദിച്ചതിനും മറുപടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക എന്നതായിരുന്നു. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന ഫഖാല റബീഉ ഇബ്നു സബീഹ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, അതാക റിജാലുൻ യഷ്കൂന അൻവാഅൻ, പല കാര്യങ്ങളാണ് പല മനുഷ്യന്മാർ താങ്കളോട് വന്ന് ആവശ്യപ്പെട്ടത്. അമർത്തഹം കുല്ലഹം, അവരോട് എല്ലാവരോടും താങ്കൾ പറഞ്ഞത് ബിൽ ഇസ്തിഗ്ഫാർ, പരിഹാരം പറഞ്ഞു കൊടുത്തത് എന്താണ്? ഇസ്തിഗ്ഫാറാണ് പരിഹാരമായി പറഞ്ഞു കൊടുത്തത്. അതെന്താണ് അങ്ങനെ? അയാൾ അത്ഭുതത്തോട് ചോദിക്കുമ്പോൾ ഹസൻ ബസർ റഹ്മുള്ള പറയുകയാണ്, മാ ഖുൽതു മിൻ ഇൻദി ഷൈഅ, എൻ്റെ അടുക്കൽ നിന്ന് ഞാൻ ഒന്നും ചേർത്ത് പറഞ്ഞിട്ടില്ല, ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായമല്ല പറഞ്ഞത്. ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു ഫീ സൂറത്തി നൂഹ്, സൂറത്ത് നൂഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ അവരോട് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, അദ്ദേഹത്തിൻ്റെ ജനതയോട് പറഞ്ഞതായിക്കൊണ്ട് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞു, ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, അള്ളാഹു പൊറുക്കുന്നവനാണ്, അവനോട് എൻ്റെ ജനങ്ങളെ നിങ്ങൾ പാപമോചനം തേടണം. അത് തേടിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? യുർസിലി സമാ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അള്ളാഹു സമൃദ്ധമായി മഴ പെയ്യിപ്പിക്കും, ക്ഷാമത്തിന് പരിഹാരമായി, തോട്ടം ഉണങ്ങിപ്പോകുന്നതിന് പരിഹാരമായി. വയുംദിദുക്കും ബി അംവാലിൻ വ ബനീൻ, ഫഖറുള്ള ദാരിദ്ര്യമുള്ള ആൾക്ക് പരിഹാരമായി അള്ളാഹു നിങ്ങൾക്ക് ധനം തന്നുകൊണ്ട് സഹായിക്കും. വ ബനീൻ, മക്കളെ തന്നുകൊണ്ട് സഹായിക്കും, മക്കളില്ലാത്ത ആൾക്കും പരിഹാരമായി. ഇത് വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതിക്കൊണ്ട് ഹസൻ ബസർ റഹ്മുള്ള പഠിപ്പിക്കുകയാണ്. ഇത് ഇസ്തിഗ്ഫാർ കൊണ്ട് ലഭിക്കുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, അപ്പോൾ നമ്മൾ ഇസ്തിഗ്ഫാർ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതിക ലോകത്ത് തന്നെ നമുക്ക് അതിനുള്ള പല രീതിയിലുള്ള അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തരും. അതോടൊപ്പം നമ്മുടെ പാപങ്ങളും പൊറുക്കും. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ചെറിയ രീതിയിലെങ്കിലും നമുക്ക് കഴിയുന്ന സമയത്തൊക്കെ അസ്തഗ്ഫിറുല്ലാ, ഒരു ചെറിയ തെറ്റ് ചെയ്തു പോയി എന്ന് തോന്നിയാൽ ഉടനെ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയാൻ സാധിക്കണം. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറിൻ്റെ പല രൂപങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹൽ ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹി. ഇത് ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വൻപാപം ചെയ്ത ഒരു മനുഷ്യനാണെങ്കിൽ പോലും അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, തെറ്റ് ചെയ്യുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അതിന് പരിഹാരം ഇവിടെ നിന്ന് തന്നെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ജീവിതത്തിലെ പ്രയാസങ്ങൾ കൂടി അതിലൂടെ ദൂരീകരിക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഹദീസിലൂടെ പ്രവാചകൻ പഠിപ്പിച്ച ഇസ്തിഗ്ഫാറിൻ്റെ പ്രാധാന്യം അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.